സൂറത്തുൽ ഖദർ, ഒരു രാത്രിയുടെ മഹത്വം 83 വർഷത്തെ ആരാധനയേക്കാൾ വലിയത്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു രാത്രിയിൽ ചെയ്ത ആരാധന 83 വർഷത്തെ ആരാധനയേക്കാൾ വിലപിടിപ്പുള്ളത് ആണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, അത് തന്നെയാണ് സൂറത്തുൽ ഖദർ നമ്മെ പഠിപ്പിക്കുന്നത്. റമദാനിലെ ഏറ്റവും മഹത്തായ രാത്രി, അതായത് ലൈലത്തുൽ ഖദർ. ഈ ചെറിയ സൂറത്തിൽ വെറും 5 ആയത്തുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും അതിൻ്റെ സന്ദേശം വളരെ വലുതാണ്, വളരെ വിശാലമാണ്. എന്താണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത്? ആദ്യത്തെ ആയത്ത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. നിശ്ചയമായും നാം ഖുർആനെ ഖദർ രാത്രിയിൽ ഇറക്കിയിരിക്കുന്നു. ഖദറിന്റെ രാത്രിയിലാണ് ഖുർആനിനെ ഇറക്കിയിരിക്കുന്നത്. ഇവിടെ അള്ളാഹു നമ്മോട് പറയുന്നു, മനുഷ്യരാശിക്ക് വഴികാട്ടിയായ ഖുർആൻ ആദ്യമായി ഇറങ്ങിയത് ഈ മഹത്തായ രാത്രിയിലാണ്, അതായത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ഇത്രയും മഹത്വം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റമദാനിന് ഇത്ര ശ്രേഷ്ഠതയുണ്ടായത്. ഒക്കെ കാരണം എന്താണ്? ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയോ? എന്താണ് ലൈലത്തുൽ ഖദർ എന്നറിയുമോ? ഇത് ഒരു ചോദ്യം മാത്രമല്ല സുഹൃത്തുക്കളെ. ഈ രാത്രിയുടെ മഹത്വം മനുഷ്യൻ മുഴുവനായി മനസ്സിലാക്കാൻ പോലും കഴിയാത്തത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. അതായത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും മഹത്വമുള്ള ഒരു രാത്രിയാണ് ഇത്. മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, എന്താണ് അള്ളാഹു പറയുന്നത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മാസത്തേക്കാൾ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. 1000 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 83 വർഷമാണ് പ്രിയപ്പെട്ടവരെ. 83 വർഷം, അതായത് ഒരു രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന നമസ്കാരം, ദുആ, ദിക്ർ, ഇതിനെല്ലാം 83 വർഷത്തെ ആരാധനയുടെ പ്രതിഫലത്തേക്കാൾ കൂടുതലാണ് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഅ്മാറു ഉമ്മത്തി 60 വസബഈന എന്ന്. അപ്പോൾ ചുരുങ്ങിയ കാലയളവിൽ മരിച്ചു പോകുന്ന നമുക്ക് കിട്ടുന്ന ഒരു സുഹൃതമാണിത്. അള്ളാഹുവിൻ്റെ എത്ര വലിയ കരുണയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഈ രാത്രിയിൽ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലാണ് വരിക. അതാണ് റൂഹ് എന്ന് പറഞ്ഞത്. റൂഹ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണെന്ന് പറയപ്പെടുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഇവര് അള്ളാഹുവിൻ്റെ ചില പ്രത്യേക നിർദ്ദേശ അനുസരണയ്ക്ക് വിധേയരായിക്കൊണ്ട് അവർ വരികയാണ്. അവർ ആരുടെ അടുത്തേക്കാണ് വരുന്നത്? നമസ്കാരം ചെയ്യുന്നവര്, നിസ്കരിക്കുന്ന ആളുകളുടെ, ഖുർആൻ ഓതുന്നവരുടെ അടുത്തേക്ക്, ദുആ ചെയ്യുന്നവരുടെ അടുത്തേക്കാണ് അവർ വരുന്നത്. അവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഒരിക്കലും ഒരു തെറ്റുപോലും ചെയ്യാത്ത മലായികത്യങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാത്രി പുലർച്ചെ വരെ സമാധാനമാണ് കേട്ടോ. മഗ്രിബ് മുതൽ ഫജ്ർ വരെ, സുബഹി നിസ്കാരത്തിന് വാങ്ങു കൊടുക്കുന്നത് വരെ, അതായത് ഫജ്ർ വരെ. ഫജ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കൻ ചക്രവാളത്തിൽ
ഈ ചെറിയ വൈറ്റ് അല്ലെങ്കിൽ വെള്ള കീറുക എന്ന് പറയും, അതാണ്. അപ്പൊ അതുവരെ സമാധാനമാണ് എന്ന്. ലൈലത്തുൽ ഖദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ചൊല്ലാൻ പഠിപ്പിച്ച ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പാപം പൊറുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരണമേ, എനിക്ക് അഫ്വും ചെയ്യണമേ, എനിക്ക് പുറത്തു തരണമേ. ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഒരു രാത്രി, ഒരു അവസരം, ഒരു ദുആ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ, അതായത് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയാൻ സാധിക്കും. അതിനാൽ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ, ഒരു രാവ് ഓൾറെഡി കഴിഞ്ഞുപോയി. ഒറ്റയിട്ട് രാവുകളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ലൈലത്തുൽ ഖദർ നമുക്കെല്ലാവർക്കും ലൈലത്തുൽ ഖദർ ലഭിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ലതും കിട്ടിയെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.